ഇത് നമ്മുടെ നിത്യവഴുതനമാണേ. നിത്യവഴുതനം അത്യാവശ്യം നല്ലപോലെ കായ പിടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടുകൊണ്ടുണ്ട്. മഴയൊക്കെ അല്ലേ അടുപ്പിച്ച്, അപ്പോൾ അതിൽ ഫംഗസ് ബാധ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് ഉള്ളൊരു പ്രശ്നം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കായ്കളിലാണ് ഇപ്പോൾ അത് നമുക്ക് സാധാരണ ഇലപ്പുള്ളിയായിട്ടൊക്കെ വരുന്നത്. കായന്തി ആ കായകളിലാണ് പ്രശ്നമുള്ള കായന്തി. അപ്പോൾ കായകളിലാണത് ബാധിക്കുന്നത്. മഴയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴാണ് ഇത് കണ്ടോ, ഇതായത് നോക്കട്ടെ, ഈ കാണുന്ന കായിൽ ഇതുപോലെ ഇങ്ങനെ തണ്ടിങ്ങനെ കറുത്ത് വരും. കറുത്ത് വന്നിട്ട് ഉണങ്ങിപ്പോവാണ് ചെയ്യുന്നത്. അപ്പം അത് ചുവനത് കാണാൻ പറ്റുന്നില്ലല്ലേ, പക്ഷെ അത് നോക്കട്ടെ. ഇങ്ങനെ ഇതിങ്ങനെ കറുത്ത് അഴുകി പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഫംഗസ് രോഗത്തിൻ്റെ ആരംഭമാണ്. അപ്പോൾ ഇങ്ങനെ വന്നത് ചീത്തയായി പോവാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിലവിൽ കെമിക്കലൊന്നും ഉപയോഗിക്കുന്നില്ല, പ്യുവർ ഓർഗാനിക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ സ്യൂഡോമോണാസ് 20 ഗ്രാം 300 മില്ലി, സാധാരണഗതി 1 ലിറ്റർ വെള്ളത്തിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 300 മില്ലി വെള്ളത്തിലാക്കിയതിന് ശേഷം ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയും ഇലകളിലും കായ്കളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്രമേണ ഇതിങ്ങനെ അഴുകി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇത് മഴയൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത്. സാധാരണ അതിലങ്ങനെ നിത്യവെള്ളത്തിൽ വരാറുള്ളതല്ല ഇത് പ്രശ്നം. അപ്പോൾ ഇത് ഇങ്ങനെ എന്തുകൊണ്ടോ വന്നു ഇങ്ങനെ അഴുകി പോവുകയാണ് ചെയ്യുന്നത്. പുഴുവൊന്നും ഇതിനകത്തില്ല, അഴുകി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് സ്യൂഡോമോണസ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത്. ഒപ്പം തന്നെ COC കോപ്പർ ഓക്സി ക്ലോറൈഡ് ചെറുതായിട്ട് നമ്മൾ ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കെമിക്കൽ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇത് മഴയാകുമ്പോൾ ഇത് ഇങ്ങനെ പ്രശ്നം നിത്യവഴുതനത്തിൽ ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു.